ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ദീപാശങ്കർ ദത്ത, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരുടെ ബെഞ്ചിലാണ് അറസ്റ്റ് തടഞ്ഞത്. സീനിയർ അഭിഭാഷകനായ PB സുരേഷ് കുമാറും അഡ്വക്കേറ്റ് A കാർത്തിക് എന്നിവരാണ് ജയശ്രീക്ക് വേണ്ടി ഹാജരായത്. സുപ്രീം കോടതിയിൽ അവരുടെ വാദം 2013 മുതൽ ഇവരൊരു വൃക്ക രോഗിയാണ്. അവര് 1982 ദേവസ്വം ബോർഡിൽ ജോലി പ്രവേശിച്ചത്. 2017 ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ഇവർ വിരമിച്ചു. ദേവസ്വം ബോർഡിലെ അവരുടെ തീരുമാനങ്ങൾ സെക്രട്ടറി എന്ന നിലയിൽ നടപ്പാക്കുക എന്നൊരു നിലയിൽ മാത്രമാണ് താൻ പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് തന്നെയാണ് ജയശ്രീ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത്. സുപ്രീം കോടതി എന്തായാലും അവരൊരു രോഗിയാണ്, 2013 വൃക്ക രോഗി തന്നെയാണ് ആയത് പരിഗണിച്ചിട്ട് അവരെടുത്ത് ജനുവരി 8-9 തീയതികളിൽ അടുത്ത വർഷം SIT മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. കാരണം ഇനി ക്രിസ്മസ് വെക്കേഷനൊക്കെ വരുന്നതുകൊണ്ടാവാം സുപ്രീം കോടതി അവർക്ക് ഏകദേശം 30 ദിവസത്തോളം സമയം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ 30-20-25 ദിവസത്തോളം സമയം കൊടുത്തിരിക്കുന്നു. അവരെ 8-9 തീയതികളിൽ SIT മുമ്പിൽ ഹാജരായി അന്വേഷണത്തോട് സഹകരിക്കണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഏതായാലും ജയശ്രീയുടെ അറസ്റ്റ് മാത്രമേ തടഞ്ഞിട്ടുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും സുപ്രീം കോടതി പ്രവേശിച്ചില്ല. 8-9 തീയതികളിൽ ചോദ്യം ചെയ്ത ശേഷം ഇവരെ ഒരു അറസ്റ്റിലേക്ക് പോകണം, ഇവരുടെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ നോക്കി SIT ഒരു അറസ്റ്റിലേക്ക് തന്നെ പോകണമെങ്കിൽ SIT സുപ്രീം കോടതിയിൽ അത് കൗണ്ടർ ഫയൽ ചെയ്യേണ്ടി വരും. അതിനുശേഷം അവരെ അറസ്റ്റിലേക്ക് നീങ്ങാം. അത് തന്നെയല്ല, അവരുടെ ആരോഗ്യസ്ഥിതി പറഞ്ഞതുപോലെ വൃക്കരോഗിയാണ് എങ്കിൽ അവരെ ജയിലിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. അവരെ കേസുമായിട്ട് സഹകരിക്കുന്നെങ്കിൽ അവരെ ചോദ്യം ചെയ്ത ശേഷം അവരിൽ കൂടെ എന്തെങ്കിലും എവിഡൻസ് എടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത ശേഷം അവരെ ജാമ്യത്തിൽ പോകുന്നതിന് അനുവദിക്കുന്നതായിരിക്കും SITക്ക് നല്ലത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഇതുവരെ അവരുടെ റോളിനെ പറ്റി കൃത്യമായിട്ടൊന്നും നമുക്കിപ്പോൾ ഇതുവരെ വെളിവായിട്ടില്ല. എങ്കിലും അവർക്ക് സെക്രട്ടറി എന്ന നിലയിൽ ചില ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. SITയുടെ കൈവശം എന്താണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇവരുടെ റോള് കൃത്യമായിട്ട് എന്തായിരുന്നു എന്നും നമുക്കറിയില്ല. അവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ചില പോയിന്റുകൾ കൺഫ്രണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഏതായാലും സുപ്രീം കോടതിയിലെ കേരളത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി, അതുപോലെ അഡ്വക്കേറ്റ് മീന കെ പൗലോസ് എന്നിവർ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. അവിടെ ഇവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് ഒബ്ജക്ഷൻ പറയുകയും ചെയ്തു. പക്ഷെ ഇവരുടെ ശാരീരിക അസ്വസ്ഥത കണക്കിലെടുത്തിട്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപാശങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മസീഹും കൂടെ അവരെ അറസ്റ്റ് തൽക്കാലം തടഞ്ഞുകൊണ്ട് അന്വേഷണവുമായിട്ട് SITയോട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൊടുത്തത്. 1982 ജോലി പ്രവേശിച്ച ഇവർ ഏകദേശം 30-35 വർഷത്തെ സർവീസ് അവർക്കുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം 1997-98 കാലഘട്ടത്തിലാണ് ശബരിമലയിൽ സ്വർണം പൂശലും വല്ല നടപടികൾ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇവർ സർവീസിലുണ്ട്. അപ്പം വളരെയധികം കാര്യങ്ങൾ ഇവർക്കറിയാം, അത് ചോദ്യം ചെയ്യേണ്ടി വരും. അത് സമയമെടുത്ത് അവരോട് ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യകത ഇതിനകത്തുണ്ട്. എന്താണ് ഇവരുടെ കൃത്യം റോള് എന്ന് അറിയത്തില്ല. എങ്കിലും ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒപ്പിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഇവർക്കുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ജയശ്രീക്ക് ഒഴിയാൻ കഴിയില്ല. എങ്കിലും അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ആ രീതിയിൽ അവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ അവർ സത്യം പറയാൻ തയ്യാറാണെങ്കിൽ SITക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും അവർ അന്വേഷണവുമായിട്ട് സഹകരിക്കും. അതിനുശേഷം അവരെ റിമാൻഡിലേക്ക് ആരോഗ്യസ്ഥിതി 2-3 ദിവസം കിടന്നാൽ അവർക്ക് ജാമ്യത്തിനുള്ള അവകാശമുണ്ട്, ജാമ്യം കിട്ടാനാണ് സാധ്യത എന്ന് കരുതുന്നു. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും അവർ നടത്തിയിട്ടുണ്ടോ, അതിൻ്റെ എന്തെങ്കിലും ഷെയർ കൈപ്പറ്റിയിട്ടുണ്ടോ, അത് തന്നെയല്ല ഇതിനകത്തുള്ള പ്രതികളെയെല്ലാം പോറ്റി ഉൾപ്പെടെയുള്ളവരെ അവർക്ക് പരിചയമുണ്ടോ, മറ്റുള്ളവരൊക്കെ ദേവസ്വം ബോർഡിലെ സ്റ്റാഫ് ആയതുകൊണ്ട് അവരെ പരിചയമില്ല എന്ന് പറയാൻ കഴിയില്ല.
എങ്കിലും പോറ്റി, അതുപോലെ കൽപേഷ്, ചെന്നൈയിലെ അവിടുത്തെ ഒന്ന് രണ്ട് ആൾക്കാരെ, പിന്നെ ഹൈദരാബാദിൽ വന്ന ആൾക്കാരെ, മറ്റൊന്ന് ബാംഗ്ലൂരിലുള്ള പോറ്റിയുടെ സുഹൃത്ത്, ബെല്ലാരിയിലുള്ള സ്വർണ്ണക്കടക്കാര്, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവരുടെ ഇപ്പോഴത്തെ ഡിഫൻസ് അനുസരിച്ച് അവരുമായിട്ട് പരിചയം വരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പരിചയം ഉണ്ടെങ്കിൽ എന്തിന് എന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ജയശ്രീയെ 8-9 ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമ്പം ഇതുപോലെ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഇടപാടുകളോ ട്രാൻസാക്ഷനോ ഉണ്ടോ? പിന്നെ അവർ പരിചയപ്പെടേണ്ട ആവശ്യമില്ലാത്ത 3-4 കഥാപാത്രങ്ങൾ. പോറ്റിയെ അവർ കാണേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ കൽപേഷിനെ കാണേണ്ട ഒരു ആവശ്യമില്ല. ബെല്ലാരിയിലെ സ്വർണ്ണക്കടക്കാരനെ കാണേണ്ട ആവശ്യമില്ല. ചെന്നൈയിലുള്ള സ്വർണം പൂശുന്ന അവരെ ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കാണേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അവർക്ക്. സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിലാണ് അവരുടെ പ്രവർത്തനം എങ്കിൽ തീർച്ചയായിട്ടും അവരെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും സാധിക്കും. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് ശബരിമലയിലുള്ള മിക്കവാറും 99% ജീവനക്കാരും ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അതിലൊക്കെ പങ്കുചേരാതെ മാറി എന്നുള്ളൂ. കാരണം അതൊരു കാലത്തും പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണല്ലോ എല്ലാവരും കരുതിയത്. ധാരാളം പണങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഷെയർ ഒരു ശല്യമില്ലാതെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് പലരും വഴിപ്പെടും. അതേ രീതിയിലുള്ള റോള് ജയശ്രീക്കുണ്ടോ? അതാണ് SIT പരിശോധിക്കുന്നത്.